നമസ്കാരം, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CSSലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ് മീഡിയ ക്വറീസ്. മീഡിയ ക്വറീസിൻ്റെ ആവശ്യം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്കൊരു വെബ്സൈറ്റ് നോക്കാം. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നോക്കാം. നമുക്ക് മാതൃഭൂമിയുടെ ഒരു വെബ്സൈറ്റ് നോക്കാം. അതിൽ നോക്കുവാണെങ്കിൽ ഇനി നമ്മൾ ഇതിൻ്റെ വിൻഡോ ചെറുതാക്കും തോറും നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ഇതിൻ്റെ ലേ ഔട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 കോളം ലേ ഔട്ടാണ്. ഇത് ചെറുതാക്കും തോറും അതിൻ്റെ കോളം മാറി 2 കോളം ലേ ഔട്ടായി. ഓക്കെ, അതും കഴിഞ്ഞ് വീണ്ടും ചെറുതായി കഴിയുമ്പോൾ അത് ഒരു കോളം ലേ ഔട്ടായി. ഓക്കെ, അങ്ങനെ ഈ വെബ്സൈറ്റിൻ്റെ സ്റ്റൈല് മിക്കവാറും ഈ ഒരു ഡിവൈസിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് മാറുന്നത് കാണാം. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഡെസ്ക്ടോപ്പിന് മാത്രമേ ആയിരിക്കത്തില്ല, അത് മൊബൈലിനും ടാബ്ലറ്റിനൊക്കെ ആയിരിക്കും. അതിൻ്റെ സ്ക്രീൻ സൈസുകളും പലതും പല വിഡ്ത്തുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിഡ്ത്തും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ. അങ്ങനെ പല വിഡ്ത്തിനും പല സ്റ്റൈലുകൾ കൊടുക്കാൻ CSS തരുന്ന ഒരു ഫീച്ചറാണ് മീഡിയ ക്വറി. ഏതൊക്കെ മീഡിയയ്ക്ക് സ്റ്റൈൽ ചെയ്യാനാണ് ഇത് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്പ് മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ CSSൻ്റെ മീഡിയ ക്വറി സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് സ്ക്രീൻ മീഡിയ, ഒന്ന് പ്രിൻ്റ് മീഡിയ, പിന്നെ ഒന്ന് സ്പീച്ച് മീഡിയ. ഓക്കെ, സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഈ ഡെസ്ക്ടോപ്പ്, മൊബൈൽ, ടാബ്ലറ്റ്, അങ്ങനത്തെ ഡിവൈസുകളായിട്ട് സ്പെസിഫിക് ആയിട്ട് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയ ക്വറി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിവൈസിനൊക്കെ നമ്മൾ പ്രിൻ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേക സ്റ്റൈൽ വേണമെങ്കിൽ അതിനാണ് പ്രിൻ്റ് മീഡിയ ക്വറി കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു മീഡിയ ക്വറി ഉണ്ട്, സ്പീച്ച് എന്ന് പറയുന്നത്. അത് സ്ക്രീൻ റീഡർക്ക്, അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷനൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന മീഡിയ ക്വറിയാണ് സ്പീച്ച് മീഡിയ ക്വറി. ഓക്കെ, നമ്മൾ ഈ വീഡിയോനകത്ത് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഈ 2 മീഡിയ ക്വറികളാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു സ്ക്രീൻ മീഡിയ ക്വറി എന്ന് നോക്കാം. ഈ സ്ക്രീൻ മീഡിയ ക്വറി നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല ടൈപ്പിലുള്ള സ്ക്രീൻസുകൾ നമ്മൾ കാണാൻ പറ്റും. ആ പല സ്ക്രീനും പല ടൈപ്പ് വിഡ്ത്തുകളായിരിക്കും. അങ്ങനെ പല ടൈപ്പ് വിഡ്ത്തുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പല സ്റ്റൈൽ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയ ക്വറിയാണ് സ്ക്രീൻ മീഡിയ ക്വറി. ഓക്കെ, നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിഡ്ത്തിന് മാത്രമാണ് മീഡിയ ക്വറി അപ്ലൈ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഹൈറ്റിന് നമ്മൾ മീഡിയ ക്വറി ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഫിക്സ്ഡും ഹൈറ്റ് ഇൻഫിനിറ്റും ആണ് എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് ഹൈറ്റിൽ നമുക്ക് എത്ര വേണമെങ്കിൽ വരാം. അതായത് നമ്മൾ ഒരുപാട് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഹൈറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും, സ്ക്രോൾ വരും. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസുകളിലും ഏകദേശം ഹൈറ്റ് ഒരേപോലെ ആയിരിക്കും, ഹൈറ്റ് ഇൻഫിനിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഹൈറ്റിന് ഡിവൈസുകൾ മാറുമ്പോൾ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈറ്റിന് അങ്ങനെ മീഡിയ ക്വറി ഉപയോഗിക്കാത്തത്. ഹൈറ്റിന് മീഡിയ ക്വറി ഉണ്ട്, പക്ഷേ നമ്മൾ അധികം അതങ്ങനെ ഉപയോഗിക്കാറില്ല. നേരെ മറിച്ച് വിഡ്ത്ത് ഫിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ വെബ് പേജിൻ്റെ ലേ ഔട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫിക്സ്ഡ് വിഡ്ത്ത് ആകുമ്പോൾ പല ഡിവൈസിനും പല വിഡ്ത്തുകളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പല വിഡ്ത്തിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ ക്വറി ഉപയോഗിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ മീഡിയ ക്വറിയുടെ ബേസിക് സിൻടാക്സുകളൊക്കെ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ചെയ്യാം. ഇതൊരു സിമ്പിൾ വെബ്സൈറ്റാണ്. ഇതിനകത്തൊരു ഹെഡർ ഉണ്ട്, അതിനകത്ത് നിന്നൊരു 5 മെനു ഐറ്റം ഉണ്ട്, ഒരു ടൈറ്റിൽ ഉണ്ട്, പിന്നെ 3 ടൈൽസ് ഉണ്ട്. നമ്മളിത് റെസ്പോൺസീവ് ആക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ക്രീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടത് ടൈൽസ് താഴത്തേക്ക് വരും. മെനു അങ്ങനെ തന്നെ ഉണ്ടാവും. കുറച്ചും കൂടി ചെറുതായി കഴിഞ്ഞാൽ ടൈൽസ് വീണ്ടും താഴത്തേക്ക് വന്നു. മെനു ഡിസ്പ്ലേ ആയിട്ട് ഇവിടെ ഒരു ഹാംബർഗർ മെനു വന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പിന്നെ മെനു വരിക. അതൊക്കെ പല സ്ക്രീൻ സൈസിനകത്ത് പല സ്റ്റൈലിൻ്റെ ഡിസൈനും മെനുവിൻ്റെ ഡിസൈനും വരുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്കിതിൻ്റെ ബേസിക് സിൻടാക്സുകൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു HTML കോഡ് എഴുതാം. അതിനകത്ത് ഒരു ഡിവിനകത്ത് ജസ്റ്റ് കോഡ് മലയാളം എന്ന് എഴുതാം. ഒരു ക്ലാസ് നെയിം കൊടുക്കാം, സെക്ഷൻ എന്നെല്ലാം കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ സെക്ഷന് നമുക്കൊരു മാർജിൻ 1 RM പാഡിങ് 1 RM കൊടുക്കാം. ഓക്കെ, ഇവിടെ സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിന് കുറച്ച് ഫോണ്ട് സൈസ് വലുത് കൊടുക്കാം. ഓക്കെ, നമുക്ക് കോഡ് മലയാളം ചാനൽ എന്ന് വല്ലതും കൊടുക്കാം, യൂട്യൂബ് ചാനൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനൊരു ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിൻഡോ ഒന്ന് ചെറുതാക്കി നോക്കാം. അതായത് നമ്മൾ ക്രോം ഉപയോഗിക്കണമെങ്കിൽ ഇതിന് ഇൻസ്പെക്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള മീഡിയാസ് നമുക്ക് കാണാം, ഡിവൈസസ് നമുക്ക് കാണിക്കാൻ പറ്റും. ഡിവൈസ് ടൂൾ ബാർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡിവൈസ് ടൂൾ ബാറിൻ്റെ സെക്ഷൻ ഓപ്പൺ ആയി വരും. അതിനകത്ത് ഇതിൻ്റെ റെസൊല്യൂഷനൊക്കെ ഏതാണെന്ന് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് പല ഡിവൈസുകൾ വേണമെങ്കിൽ എടുക്കാം. ഐഫോൺ, ഏത് ഡിവൈസ് വേണം നമുക്ക് വേണമെങ്കിൽ സിമുലേറ്റേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ റെസ്പോൺസീവ് എടുക്കാം. റെസ്പോൺസീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വിഡ്ത്തും ഹൈറ്റും ഇവിടെ കാണിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 660 താഴെ ആകുമ്പോൾ കണ്ടത് 2 ലൈനിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് 660 താഴെയാണെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ചെറുതാക്കണം. ചെറിയ സ്ക്രീൻ വിഡ്ത്തിലുള്ള ഡിവൈസിലാണെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ചെറുതാക്കണം.
അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നമ്മൾ മീഡിയ കോർ ഉപയോഗിക്കുന്നത്. സോ മീഡിയ കോർ സിൻടാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം @media എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ 3 മീഡിയയിൽ അത് ഏത് മീഡിയയ്ക്കാണ് നമ്മൾ കൊറി എഴുതുന്നതെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് സ്ക്രീനാണോ പ്രിൻ്റ് ആണോ സ്പീച്ച് ആണോ എന്നുള്ളത്. അപ്പോൾ ജനറലി നമ്മൾ സ്ക്രീനിനാണ് എഴുതാറുള്ളത്, അതുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് നമുക്ക് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേസിനകത്ത് ഇതിനകത്ത് സ്റ്റൈൽ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ CSSഉം ഈ സ്ക്രീൻ മീഡിയ ടൈപ്പിൽ മാത്രമേ വരുള്ളൂ. അത് പ്രിൻ്റ് കൊടുക്കാൻ നേരത്ത് അത് വരത്തില്ല. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്ക്രീൻ മീഡിയ കൊറിയിലാണെങ്കിൽ ഈ സെക്ഷൻ്റെ ഒരു കളർ റെഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്, ഇത് കളർ റെഡായി. നേരെ മറിച്ച് നമ്മൾ പ്രിൻ്റ് കൊടുത്താലോ, പ്രിൻ്റ് കൊടുത്ത് കഴിഞ്ഞാൽ റെഡ് കളറല്ല, അത് ബ്ലാക്ക് തന്നെയാണ്. കാരണം നമ്മളെന്താ സ്ക്രീനിൽ മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ അതിന് പകരം നമ്മളിവിടെ സ്ക്രീനിന് പകരം പ്രിൻ്റാണ് കൊടുത്തിട്ടുണ്ടെങ്കിലോ ഈ കളർ പ്രിൻ്റ് ചെയ്യുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലില്ല, നേരെ മറിച്ച് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ പ്രിൻറ്റിൽ മാത്രമേ വരത്തുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഏത് ടൈപ്പ് മീഡിയ എന്നുള്ളതാണ്. അത് പ്രിൻ്റ് ആവാം, സ്ക്രീൻ ആവാം, സ്പീച്ച് ആവാം. ഓക്കെ, സോ ജനറലി നമ്മൾ ഓൾ ആണ് കൊടുക്കാറ്. ഓക്കെ, ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ആണ് കൊടുക്കാറ്. എന്നിട്ട് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും മാറ്റണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാറാണ് പതിവ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ എങ്ങനെ നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ സ്ക്രീനിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഒരു 650 660 ആ റേഞ്ചിലാവുമ്പോൾ ഇത് 2 ലൈനിലാവുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോൺ സൈസ് ഒന്ന് ചെറുതാക്കാം. ഫോർ എക്സാമ്പിൾ ഒരു 660 ഒരു സേഫ് സൈഡാണ്. 660 താഴെയാണെങ്കിൽ ഇതിൻ്റെ ഫോൺ സൈസ് ഒന്ന് ചെറുതാക്കാനുള്ള നമുക്ക് മീഡിയ കോർ എഴുതാം. അതായത് ഫോർ എക്സാമ്പിൾ മീഡിയ പ്രിൻ്റ് അല്ല സ്ക്രീനാണ്, എന്നിട്ട് ആൻഡ് റൗണ്ട് ബ്രാക്കറ്റിനകത്ത് മാക്സ് വിഡ്ത്ത് ഒരു 660 പിക്സലാണെങ്കിൽ ഓക്കെ, സെക്ഷൻ്റെ കളർ റെഡ് ആവണം, ഫോൺ സൈസ് ഒരു 20 പിക്സലും ആവണം. ഓക്കെ, സോ ഈ മീഡിയ കോറിയുടെ അർത്ഥം എന്താണ്? മീഡിയ സ്ക്രീനും ആവണം, കൂടാതെ വിഡ്ത്ത് 660 മാക്സിമം വിഡ്ത്ത് 660 പിക്സൽ വിഡ്ത്തിനും താഴെയുള്ള ഡിവൈസുകൾക്ക് മാത്രമേ ഈ ഒരു മീഡിയ കോറി ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 660 മീതിയാണ് വിഡ്ത്ത്, ഇത് കുറഞ്ഞ് 660 താഴെ ആകുമ്പോൾ ഈ ഒരു സ്റ്റൈൽ ആക്ടിവേറ്റ് ആയി. മാക്സ് വിഡ്ത്ത് പോലെ തന്നെ മിൻ വിഡ്ത്ത് ഉണ്ട്. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ആൻഡ് റൗണ്ട് ബ്രാക്കറ്റിനകത്ത് മിൻ വിഡ്ത്ത് 300 പിക്സൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 300 പിക്സലിൽ മിനിമം വിഡ്ത്ത് വേണം ആ ഡിവൈസിന്. അതായത് 300 പിക്സലിന് മീതിയും 660 പിക്സലിന് താഴെയാണെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റൈൽ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 660 പിക്സലിന് താഴെയാണെങ്കിൽ ആക്ടിവേറ്റ് ആയി. അതേപോലെ തന്നെ ഇത് 300 താഴെയാകുമ്പോൾ അത് വീണ്ടും വലുതായി. കാരണം 300 മീതിയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന സെക്ഷൻ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, സോ അതാണ് മീഡിയ കോറിയുടെ ബേസിക് സിൻടാക്സ്. ഇവിടെ നമ്മൾ എഴുതുന്ന ക്വറീസ് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള സ്റ്റൈൽ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അത് എത്ര മീഡിയ ക്വറീസ് വേണമെങ്കിൽ നമുക്ക് എഴുതാം, അങ്ങനെ ലിമിറ്റൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര മീഡിയ ക്വറി വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ ഇങ്ങനെ എഴുതുന്നത് കൺഫ്യൂഷൻ ആണെങ്കിൽ, അത് മിൻ വിഡ്ത്ത് മാക്സ് വിഡ്ത്ത് എന്നൊക്കെ എഴുതുന്നത് കൺഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് വേറെ സിൻടാക്സ് ഉണ്ട്, പുതിയൊരു സിൻടാക്സ് ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വെച്ചിട്ട് അങ്ങനെ എഴുതാം. അതായത് മാക്സ് വിഡ്ത്ത് എഴുതുന്നതിന് പകരം വിഡ്ത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600 പിക്സലും, അതുപോലെ മിൻ വിഡ്ത്തിന് പകരം വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 300 പിക്സൽ ഇങ്ങനെ എഴുതാം. സോ ഇങ്ങനെ ചെയ്താലും ബേസിക്കലി 300-ഉം 600-നും ഇടയിൽ വരുമ്പോൾ മാത്രമേ ഈ ഒരു സ്റ്റൈൽ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് എഴുതാം. അതായത് ഇങ്ങനെ എഴുതാം, 300 പിക്സൽ ലെസ് ദാൻ ഈക്വൽ ടു വിഡ്ത്ത് ലെസ് ദാൻ ഈക്വൽ ടു 600 പിക്സൽ. അങ്ങനെയാണെങ്കിൽ 300-നും 600-നും ഇടയിൽ വരുമ്പോൾ മാത്രമേ ഈ ഒരു സ്റ്റൈൽ ആക്ടിവേറ്റ് ആവത്തുള്ളൂ എന്ന് എഴുതാം. സോ പിന്നെ വേറെ കീവേഡിൽ നോട്ട് എന്നുള്ള കീവേഡാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഇതിന് പകരം നോട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ അല്ലാത്ത എല്ലാവർക്കും ഇത് ആക്ടിവേറ്റ് ആവുമെന്ന് അർത്ഥം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രിൻ്റ് എടുക്കുമ്പോൾ പ്രിൻറ്റിന് മാത്രമാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്, നോട്ട്. സോ അത് അതേപോലെ തന്നെ നോട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിന് മാത്രമേ ആക്റ്റീവ്. അങ്ങനെ നോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടും നമുക്ക് മീഡിയ ക്വറീസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി മീഡിയ ക്വറീസിൻ്റെ സിൻടാക്സ്. സോ നമ്മൾ മെയിനായിട്ട് മെജോറിറ്റി ഓഫ് കേസിൽ ഉപയോഗിക്കുന്നതും ഇതേപോലെ പ്രിൻറ്റും സ്ക്രീനും എന്ന് പറഞ്ഞ മീഡിയ ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ടീഷൻസിൽ നമ്മൾ വിഡ്ത്താണ് നമ്മൾ മെജോറിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടി. ഓക്കെ, സോ ഇനി നമുക്ക് മീഡിയ ക്വറിയുമായി ബന്ധപ്പെട്ടിട്ട് പൊതുവേ കാണപ്പെടുന്ന ഡിസൈൻ മെത്തഡോളജി നോക്കാം. ഓക്കെ, ബേസിക്കലി അത് മിൻ വിഡ്ത്തും മാക്സ് വിഡ്ത്തും എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്നൊരു മെത്തഡോളജിയാണ്. അതങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് സൗകര്യാർത്ഥം നമുക്ക് മിൻ വിഡ്ത്തും മാക്സ് വിഡ്ത്തും ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ പൊതുവെ ഫോളോ ചെയ്യപ്പെടുന്ന ഒരു രീതിയിലാണ്. അതായത് ജനറൽ മെത്തഡോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പ് ഫസ്റ്റ് ഡിസൈൻ ആണെങ്കിൽ മാക്സ് വിഡ്ത്തുകൾ കൊടുത്ത് മീഡിയ ക്വറി എഴുതാനും, അല്ല നമ്മൾ മൊബൈൽ ഫസ്റ്റ് ഡിസൈൻ ആണെങ്കിൽ നമ്മൾ മിൻ വിഡ്ത്ത് കൊടുത്ത് മീഡിയ ക്വറി എഴുതാനാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. സോ അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. എന്താണ് ഡെസ്ക്ടോപ്പ് ഫസ്റ്റ് ഡിസൈനും എന്താണ് മൊബൈൽ ഫസ്റ്റ് ഡിസൈൻ നോക്കാം. സോ ഫസ്റ്റ് ഡെസ്ക്ടോപ്പ് ഫസ്റ്റ് ഡിസൈൻ നോക്കാം. സോ ഈ ഡെസ്ക്ടോപ്പ് ഫസ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോഡ് എഴുതുന്നത് ഡെസ്ക്ടോപ്പിന് വേണ്ടിയായിരിക്കും. അതായത് ഫുൾ വിഡ്ത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ ആദ്യം കോഡ് ചെയ്യുക.
ഇതായിരിക്കും അതിൻ്റെ ഡീഫോൾട്ട്. എന്നിട്ട് സ്ക്രീന് കുറച്ച് കൊണ്ടുവരും. എന്നിട്ട് എവിടേക്കാണ് നമ്മൾ പൊട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ മീഡിയ കോർ എഴുതും. അതിനാണ് ഡെസ്ക്ടോപ്പ് ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ എഴുതുന്ന സമയത്താണ് നമ്മൾ മാക്സ് വിഡ്ത്തുകൾ ഉപയോഗിക്കുക. സോ നമ്മളിവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഡീഫോൾട്ടായിട്ട്. ഇത് ബിഗ്ഗർ ഫോണ്ട് സൈസാണ്. ഡീഫോൾട്ടായിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഡെസ്ക്ടോപ്പ് ഫസ്റ്റ്. ഡീഫോൾട്ട് ഡെസ്ക്ടോപ്പാണ്. ഇനി നമ്മൾ കുറച്ച് കൊണ്ടുവരുവാണ്. പിന്നെയാണ് നമ്മൾ 660 പൊട്ടുന്നത്. സോ പിന്നെ കുറച്ച് കൊണ്ടുവരുന്നതായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ മാക്സ് വിഡ്ത്ത് ഉപയോഗിച്ചത്. 660 പിക്സലാണെങ്കിൽ ഓക്കെ, 660 പിക്സലാണെങ്കിൽ പിന്നെ അത് ചെറുതായി. ഓക്കെ, നേരെ മറിച്ച് മൊബൈൽ ഫസ്റ്റ് ഡിസൈൻ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് മൊബൈലിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിലോട്ടാണ് സ്റ്റൈൽ ചെയ്യുക. ഓക്കെ, സോ നമ്മളിത് എടുത്ത് കളയും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഫോൺ സൈസ് ഡീഫോൾട്ട് 20 പിക്സലായിരിക്കും. ഇതാണ് മൊബൈൽ ഫസ്റ്റ് ഡിസൈൻ. ഓക്കെ, മൊബൈലാണ് ഇതിൻ്റെ ഡീഫോൾട്ട് വരുന്നത്. ഇനി നമ്മൾ കൂട്ടി കൊണ്ടുവരിക. കൂട്ടി കൊണ്ടുപോയിട്ട് 660 മീതി ആണെങ്കിലാണ് നമുക്ക് ഈ ഫോണ്ട് വലുതാക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനത്തെ കേസുകൾ നമ്മൾ മിൻ വിഡ്ത്ത് 660 പിക്സലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് 40 പിക്സലാക്കി. ഓക്കെ, സോ നമ്മൾ ഡീഫോൾട്ട് മൊബൈൽ അല്ലെങ്കിൽ ചെറിയ സ്ക്രീനിൽ തുടങ്ങി പിന്നെ പ്രോഗ്രസീവായിട്ട് വലിയ സ്ക്രീനിലോട്ട് പോവാണ്. അങ്ങനെ വലിയ സ്ക്രീനാകുമ്പോൾ മിനിമം വിഡ്ത്ത് 660 പറഞ്ഞാൽ 660 അതിന് മുകളിലുള്ള സ്ക്രീനുകൾക്ക് ഈ ഫോണ്ട് സൈസ് അപ്ലൈ ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് ഡിസൈൻ ചെയ്തപ്പോൾ 660 ആയി കഴിഞ്ഞാൽ കണ്ടോ ഇത് വലുതായി. ഓക്കെ, അതാണ് മൊബൈൽ ഫസ്റ്റ് ഡിസൈനും ഡെസ്ക്ടോപ്പ് ഫസ്റ്റ് ഡിസൈനും. അതിനനുസരിച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മിൻ വിഡ്ത്തും മാക്സ് വിഡ്ത്തും കൊടുത്തു കഴിഞ്ഞാൽ കോഡ് അത്യാവശ്യം മാനേജബിൾ ആയിരിക്കും. ഓക്കെ, ഈ മീഡിയ കോറിയുടെ പ്രോപ്പർട്ടീസിൽ ഈ മിൻ വിഡ്ത്തും മാക്സ് വിഡ്ത്തും അല്ലാണ്ട് വേറെയും ഒരുപാട് പ്രോപ്പർട്ടീസ് എടുക്കും. അതായത് അവർ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പ്രോപ്പർട്ടീസ് അതുകൂടാതെ എടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ മിക്കവാറും നമ്മൾ ഈ പറയുന്ന മിൻ വിഡ്ത്ത് മാക്സ് വിഡ്ത്താണ് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിൽ ഓറിയൻറ്റേഷനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബാക്കിയുള്ളതൊന്നും എനിക്കങ്ങനെ ഉപയോഗത്തിൽ വന്നിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇതിൽ ഓറിയൻറ്റേഷൻ എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അറ്റ് മീഡിയ സ്ക്രീൻ ആൻഡ് ഓറിയൻറ്റേഷൻ, അതിന് 2 വാല്യൂവിന് എടുക്കുന്നു. ഒന്ന് ലാൻഡ്സ്കേപ്പും പിന്നെ ഒന്ന് പോർട്രേറ്റും. സോ ഇത് ബേസിക്കലി മൊബൈൽ ഫോണിനൊക്കെ ആവശ്യമുള്ളതാണ്. നമ്മൾ മൊബൈൽ ഫോൺ തിരിച്ചും നേരെയൊക്കെ ഉപയോഗിക്കില്ല. അപ്പോൾ നേരെ നിൽക്കുന്ന ആ ഒരു ലേ ഔട്ടിനാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. മൊബൈൽ നേരെ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പും. അപ്പോൾ പോർട്രേറ്റ് നമുക്കൊരു ഡിസൈൻ ചെയ്യാം, ലാൻഡ്സ്കേപ്പിന് ഒരു ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോർട്രേറ്റിന് ഡോട്ട് സെക്ഷന് കളർ ഗ്രീൻ കൊടുക്കുക. കളറിന് പകരം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക, കുറച്ചുകൂടി കാണാൻ എളുപ്പത്തിന്. സോ ഇവിടെ പോർട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്രേറ്റ് വിഡ്ത്ത് ഹൈറ്റിനെക്കാട്ടും ചെറുതായിരിക്കണം. ഓക്കെ, ഇവിടെ വിഡ്ത്ത് ഹൈറ്റിനെക്കാട്ടും കൂടുതലാണ്. വിഡ്ത്ത് 522 ഹൈറ്റ് 397. വിഡ്ത്ത് ഹൈറ്റിനെക്കാട്ടും കുറവാകുമ്പോഴാണ് ഈ പോർട്രേറ്റ് മോഡിൽ വരിക. അപ്പോൾ വിഡ്ത്ത് ഹൈറ്റിനെക്കാട്ടും കുറവാകുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീനായി. ഓക്കെ, നേരെ മറിച്ച് വിഡ്ത്ത് ഹൈറ്റിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ ഈ മീഡിയ കോറി അപ്ലൈ ചെയ്യില്ല. നേരെ മറിച്ച് ലാൻഡ്സ്കേപ്പിന് കൊടുക്കണമെങ്കിലോ, ലാൻഡ്സ്കേപ്പ് മോഡിൽ ബ്ലൂ ആണ് കൊടുക്കുന്നതെങ്കിൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൂ ആണ്, കാരണം വിഡ്ത്ത് കൂടുതലാണ് ഹൈറ്റിനെക്കാട്ടി. അപ്പോൾ ലാൻഡ്സ്കേപ്പാണ്, അപ്പോൾ ബ്ലൂ ആയി. നേരെ മറിച്ച് ഇത് പോർട്രേറ്റ് മോഡിലാകുമ്പോൾ അത് ഗ്രാനാവും. അപ്പോൾ സോ അങ്ങനെ ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ എന്നനുസരിച്ചിട്ട് കൂടി നമുക്ക് മീഡിയ കോർ കൊടുക്കാൻ പറ്റും. അത് വിഡ്ത്തുമായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ വിഡ്ത്തിനൊപ്പം ഇവിടെ ആൻഡ് ഇട്ടിട്ട് ഈ പറയുന്ന പോലെ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റൊക്കെ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ജനറലി നമ്മൾ മീഡിയ കോറി എഴുതുന്ന സമയത്ത് ഇത് സ്ക്രീനിന് മാത്രം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ജനറലി ഓൾ എല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന മീഡിയ കോറി എഴുതാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിന് മാത്രം വെച്ച് എഴുതി കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ആ സ്റ്റൈലുകളൊന്നും ചിലപ്പോൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ വരത്തില്ല. അപ്പോൾ ജനറലി നമ്മൾ ഓളിനാണ് കൊടുക്കുക. എല്ലാത്തിനും കൂടി നമ്മൾ സ്റ്റൈൽ ചെയ്യും. അത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. എന്നാലും ജനറലി എല്ലാത്തിനും സ്റ്റൈൽ ചെയ്യും. എന്നിട്ട് പ്രിൻറ്റിന് വേണമെങ്കിൽ അത് മാത്രം സെപ്പറേറ്റ് മീഡിയ കോറി എഴുതിയിട്ട് അത് നമ്മൾ ഒഴിവാക്കുക, അതിനെന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണം ചെയ്യുക. ഓക്കെ, സോ ഓളെന്ന് കൊടുക്കാം. ഓളെന്ന് കൊടുത്തില്ലെങ്കിൽ ഒന്നും കൊടുത്തില്ലെങ്കിലും ബേസിക്കലി അത് ഓളാണ്. സോ ജനറലി അറ്റ് മീഡിയ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു സിൻടാക്സിലാണ് മീഡിയ കോറി നമ്മൾ സാധാരണയായി കണ്ടുവരാറുള്ളത്. ഇനി അടുത്തൊരു കാര്യം മീഡിയ കോറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ സ്പെസിഫിസിറ്റി എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ സ്ക്രീനിൽ ചെറിയ ഫോൺ സൈസാണ്, വലുതാകുമ്പോൾ വലിയ ഫോൺ സൈസ് ആവും. ഓക്കെ, സോ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മൊബൈൽ ഫസ്റ്റാണ് ഡിസൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഡീഫോൾട്ടായിട്ട് ചെറിയ ഫോൺ എടുക്കുന്നു. സോ ഇവിടെ നമ്മൾ സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാലും ഈ സെക്ഷൻ്റെ സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് മീഡിയ കോറി ഒന്നുമില്ല. അതായത് ഈ ഒരു പാർട്ട് ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല, കാരണം ചെറിയ സ്ക്രീനകത്ത് നമ്മൾ മീഡിയ കോറി എഴുതിയിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു പാർട്ട് ആക്റ്റീവേ ആയിട്ടില്ല. നേരെ മറിച്ച് ഇത് വലുതായിട്ട് ഈ ഒരു 660 മീതി ആകുമ്പോഴാണ് ഈ ഒരു സെക്ഷൻ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇവിടെ 2 സ്റ്റൈലും ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മീഡിയ കോറിയുടെ സ്റ്റൈലും കിടപ്പുണ്ട്, അല്ലാത്ത സ്റ്റൈലും കിടപ്പുണ്ട്. രണ്ടും ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും ആക്റ്റീവ് ആവുന്ന സമയത്ത് ഈ സ്റ്റൈൽ എടുക്കുമോ ഈ സ്റ്റൈൽ എടുക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ സ്പെസിഫിസിറ്റി റൂൾ തന്നെയാണ്. അതായത് മീഡിയ കോറി വന്നതുകൊണ്ട് ഈ ഒരു റൂളിന് പ്രത്യേകിച്ച് സ്പെസിഫിസിറ്റി ഒന്നും കൂടുന്നില്ല. സ്പെസിഫിസിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് നോക്കിയാൽ എന്താ സ്പെസിഫിസിറ്റി എന്ന് മനസ്സിലാവും. സോ സ്പെസിഫിസിറ്റി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് റൂള്, അതായത് രണ്ടും ഒരേപോലത്തെ റൂൾ ഉണ്ടെങ്കിൽ അവിടെ ഡോട്ട് സെക്ഷനിൽ ഫോണ്ട് സൈസ് ഉണ്ട്, ഇവിടെ ഡോട്ട് സെക്ഷനിൽ ഫോണ്ട് സൈസ് ഉണ്ട്. ഈ രണ്ട് റൂളിൽ ഏതാണ് എടുക്കുക എന്ന് അവൻ തീരുമാനിക്കുന്ന ഒരു റൂളിനാണ് സ്പെസിഫിസിറ്റി റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മീഡിയ ക്വറി വന്നതുകൊണ്ട് ഇവന് പ്രത്യേകിച്ചൊരു അഡ്വാൻറ്റേജും കിട്ടുന്നില്ല. ഇതിന് രണ്ടിനും ഒരേ സ്പെസിഫിസിറ്റിയാണ്, ഒരേ ക്ലാസ് നെയിം, ഒരേ ഫോണ്ട് സൈസ്, ഒരേ സ്പെസിഫിസിറ്റിയാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടാമത് ഏതാണോ എഴുതിയിരിക്കുന്നത് അതിനായിരിക്കും വെയിറ്റേജ് കൂടുതൽ, അതിൻ്റെ റൂളായിരിക്കും എടുക്കുക. സോ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ മീഡിയ ക്വറി നമ്മൾ ആദ്യം എഴുതിയെന്ന് വിചാരിക്കുക. ഈ മീഡിയ ക്വറി ആദ്യം എഴുതിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് സ്പെസിഫിസിറ്റി കിട്ടത്തേ ഇല്ല, കാരണം ഇത് ആദ്യം വന്നിരിക്കുന്നത്. ഈ ഒരു മീഡിയ ക്വറി അപ്ലൈ ആയാൽ പോലും ഇപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു ചെറുതായി, കാരണം ഇവിടെ സെക്ഷൻ്റെ നോക്കിക്കഴിഞ്ഞാൽ മീഡിയ ക്വറി താഴ്ത്തു വന്നു, അത് കട്ട് ചെയ്തിട്ട് മുകളിൽ ഈ സെക്ഷൻ്റെ റൂൾ എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സാധാരണ സ്പെസിഫിസിറ്റി റൂൾ തന്നെയാണ് അപ്ലൈ ആവുന്നത്. സോ ഇങ്ങനത്തെ കേസിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെസിഫിസിറ്റി കൂടുതൽ കൊടുക്കാം. ഓക്കെ, സോ ഇതിന് ഫോർ എക്സാമ്പിൾ ഡിവ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെസിഫിസിറ്റി ഇതിനെക്കാട്ടിയും കുറച്ച് കൂടും. സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. അങ്ങനെ സ്പെസിഫിസിറ്റി വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം. അല്ലെങ്കിൽ ജനറൽ റൂളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് റൂളിനാണോ സ്റ്റൈൽ എഴുതി അതിനെ ഓവർ റൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ താഴത്തായിട്ട് അതേ സെലക്ടേഴ്സ് കൊടുത്ത് ഇതിൻ്റെ താഴത്ത് എഴുതുക, മീഡിയ ക്വറി ഏറ്റവും ലാസ്റ്റ് എഴുതുക. അതാണ് ജനറൽ റൂളായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ എക്സാമ്പിൾ ചെയ്യാം. സോ ഇത് പല ഡിവൈസിൽ ഇതേപോലെ പല ലേ ഔട്ടാണുള്ളത്. അതേപോലെ തന്നെ അത് ഇവിടെ മെനുവും ഹൈഡ് ആൻഡ് ഷോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാം. സോ ആദ്യം നമുക്ക് ആ ഹെഡർ ഉണ്ടാക്കാം. അതിന് ഹെഡർ എന്ന് പറഞ്ഞ ടാഗിനകത്ത് ഒരു കോഡ് മലയാളം എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് നാവ് എന്ന് പറഞ്ഞൊരു ടാഗിനകത്ത് സോ അതിന് ഡെസ്ക്ടോപ്പ് നാവ് എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുക്കാം. അതിനകത്ത് നമുക്കൊരു ലിസ്റ്റ് എഴുതാം. ആ ലിസ്റ്റാണ് നമ്മുടെ മെനു. ഓക്കെ, സോ അതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് അത് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാം. ആ ഗ്രീൻ കളറൊക്കെ ആക്കിയിട്ട് സ്റ്റൈലിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഈ പറയുന്ന മീഡിയ ക്വറിനെ കുറിച്ച് മാത്രം പറയാവുന്നതുകൊണ്ട് അതിൻ്റെ സ്റ്റൈൽ മാത്രമേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇപ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് നമ്മൾ ബോഡിക്ക് മാർജിൻ 0 കൊടുത്തു, ഹെഡറിന് ഇതേപോലെ ഫ്ലെക്സും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൊടുത്തു, പിന്നെ ടൈറ്റിലിന് ഇതേപോലെയുള്ള ഫോണ്ട് സൈസൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡർ മെനു റെഡിയായി. ഇനി നമുക്ക് ആ താഴത്ത് കണ്ട 3 ടൈൽസ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ അതിന് നമ്മൾ മൊത്തത്തിലൊരു പേജിനൊരു കണ്ടെയ്നർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഒരു സെക്ഷനകത്ത് എന്നിട്ട് അതിനകത്തൊരു സെക്ഷനകത്ത് നമുക്ക് 3 ടൈലിടാം. അതിന് നമുക്ക് ബോക്സ് എന്ന് വിളിക്കാം ഓരോ ടൈലിലും. ഓക്കെ, സോ ഓരോ ബോക്സിനകത്തും ഒരു ഇമേജും ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റും ഉണ്ടാവും. ഓക്കെ, സോ ഈ ബോക്സ് നമുക്ക് 2 കൂടി ഇടാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കിത് 3 സ്റ്റൈൽ കൊടുക്കാം. സോ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കണ്ടെയ്നറിനൊരു സ്റ്റൈൽ കൊടുത്തു. ഓക്കെ, അത് ഒരു മാർജിൻ കൊടുത്തു. പിന്നെ ഇതിനകത്തുള്ള സെക്ഷൻ ഇത് ഗ്രിഡാക്കി 3 കോളമുള്ള ഗ്രിഡാക്കി. ഓക്കെ, 3 കോളമുള്ള ഗ്രിഡാക്കി. പിന്നെ അതിൻ്റെ ബോക്സ് നമ്മളൊരു ഷാഡോവും ഒക്കെ കൊടുത്തിട്ടൊന്ന് സ്റ്റൈലാക്കി. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഡെസ്ക്ടോപ്പ് ഫസ്റ്റ് ഡിസൈൻ മെത്തോഡോളജിയാണ്. അതിന് ഡെസ്ക്ടോപ്പിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തു. നമ്മൾ മൊബൈലിനെ കുറിച്ചോ ടാബിനെ കുറിച്ചോ ഒന്നും കൺസിഡർ ചെയ്ത് പോലുമില്ല. ഓക്കെ, സോ ഇനിയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മീഡിയ ക്വറി എഴുതാൻ പോകുന്നത്. സോ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ് മാക്സ് വിഡ്ത്ത് മീഡിയ ക്വറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്, കാരണം ഡെസ്ക്ടോപ്പ് ഫസ്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, സോ നമ്മൾ ഇനി ഇതൊന്ന് ചെറുതാക്കി നോക്കാം. ഇതിന് ചെറുതാക്കുന്ന സമയത്ത് കണ്ട ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് ഇത് പൊട്ടുന്നുണ്ട്, കണ്ട മെനുക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് എത്തുമ്പോൾ ഏകദേശം ഒരു 1100 എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈലിനെ കോളം അല്ലാണ്ട് റോ വൈസ് ആക്കാം. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടത്തില്ല. അങ്ങനെ ഒരു കേസാണ്. അല്ലെങ്കിൽ നമുക്ക് ഇമേജിൻ്റെ സൈസ് ചെറുതാക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു കേസിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ സെക്ഷൻ ഡിസ്പ്ലേ ഗ്രിഡ് 3 കോളമാണ്. ഈ സെക്ഷനെ മാറ്റിയിട്ട് നമുക്ക് ഒരു കോളം ആക്കണം, ഒരു ഓട്ടോ ആക്കണം. പിന്നെ അതുകൂടാതെ ബോക്സ്, ഈ ഓരോ ബോക്സും ഓരോ ഗ്രിഡാണ്. ആ ഗ്രിഡിനകത്ത് ഒറ്റ കോളമേ ഉള്ളൂ, അത് മാറ്റിയിട്ട് നമുക്ക് 2 കോളം ആക്കണം. ആ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമ്മൾ 1100 മീഡിയ ക്വറി എഴുതാം. @media മാക്സ് വിഡ്ത്ത് 1100 പിക്സലാണെങ്കിൽ ഡോട്ട് സെക്ഷനെ നമ്മൾ 3 കോളം ഉള്ളത് ഈ ഒരു മീഡിയ ക്വറി മാറ്റിയിട്ട് ഇതിന് ഒരു കോളം ആക്കണം. അതാണ് 1. ഓക്കെ, സോ അങ്ങനെ ചെയ്തെന്ത് പറ്റും നോക്കാം. ഇത് ചെറുതാവുന്ന സമയത്ത് കണ്ടോ ഇത് ഒരു കോളമായി. ഓക്കെ, സോ ഈ ബോക്സിന് നമ്മൾ ഒരു 300 പിക്സൽ വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര വിഡ്ത്തിൽ നിൽക്കുന്നത്. നമുക്ക് ചെറുതാവുകയാണെങ്കിൽ നമുക്കിത് ഫുൾ വിഡ്ത്ത് ഇരുന്നോട്ടെ. ഈ ബോക്സിന് നമ്മൾ വിഡ്ത്ത് 300 പിക്സൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റാം നമുക്ക്. ഡോട്ട് സെക്ഷൻ ഡോട്ട് ബോക്സ് വിഡ്ത്ത് ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ. ഓക്കെ, സോ ഇനി നോക്കിക്കഴിഞ്ഞാൽ വിഡ്ത്ത് ഓട്ടോമാറ്റിക്കായി. പക്ഷേ കണ്ടത് അത്യാവശ്യം കുറേ വിഡ്ത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് ലെഫ്റ്റിലും ടെക്സ്റ്റ് റൈറ്റിലും വരണം. ഇപ്പോൾ ഗ്രിഡ് ആയതുകൊണ്ട് ഗ്രിഡിന് ഇപ്പോൾ ഒരു കോളല്ലേ ഉള്ളൂ, ഗ്രിഡ് 2 കോളാക്കിയാൽ മതി. അപ്പോൾ ഈ പറയേണ്ട ഇമേജ് ലെഫ്റ്റിലും ഈ ടെക്സ്റ്റ് റൈറ്റിലോട്ടും പോയിക്കോളും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോക്സിൻ്റെ ഗ്രിഡ്
ഒരൊറ്റ കോളേ ഉള്ളൂ. ഓക്കെ, സോ അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോളം ആക്കാം. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്, ഇവിടെ ഇമേജ് വന്നു, ഇവിടെ ടെക്സ്റ്റ് വന്നു. ഓക്കെ, സോ ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ 3 കോളമായി, കുറച്ചും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി വളരെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഇമേജ് മുകളിലും ടെക്സ്റ്റ് താഴെ വന്നിട്ട് അതാണ് കുറച്ചുകൂടി നല്ലത് കാണാൻ. ഈ മെനു ഐറ്റംസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഹാംബർഗർ മെനു ആക്കണം. ഓക്കെ, സോ അതിന് നമ്മളൊരു പറ്റിയൊരു വിഡ്ത്ത് എന്ന് പറയുന്നത് 600 താഴെ ആയാലാണ് പൊട്ടുക. നമുക്കൊരു 600 സേഫായിട്ടൊരു 600 വിഡ്ത്ത് ഫിക്സ് ചെയ്യാം. 600 വിഡ്ത്ത് ആണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് മുകളിലും ടെക്സ്റ്റ് താഴെ ആക്കാം, അതേപോലെ തന്നെ മെനു ഹൈഡ് ചെയ്യാം. സോ നേരത്തെ അടുത്ത മീഡിയക്ക് ഒരു എഴുതാം 600 പിക്സലോ അതിൽ ചെറുതുമായി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ സെക്ഷൻ്റെ ബോക്സ് വീണ്ടും ഒരു കോളം തന്നെ ആക്കി. അതുപോലെ തന്നെ ഈ നാവിഗേഷൻ, ഈ ഡെസ്ക്ടോപ്പ് നാവ് എന്ന് പറഞ്ഞ ഈ നാവിഗേഷൻ മൊത്തം നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ചെറുതായി കഴിഞ്ഞാൽ ഇത് കണ്ട താഴത്തേക്ക് വന്നു, നമ്മുടെ മെനു എല്ലാം പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ബ്രേക്ക് പോയിൻറ്റ് 1100-ൻ്റെയും 600-ൻ്റെയും ബ്രേക്ക് പോയിൻറ്റോടെ കാണിക്കും. ബേസിക്കലി 2 ബ്രേക്ക് പോയിൻറ്റ് കൊടുത്തുള്ളൂ, മൂന്നാമത്തേന്ന് പറയുന്നത് ഡീഫോൾട്ടാണ്. സോ ഇത് നമ്മൾ ഇത്രയും ചെറുതാവുന്ന സമയത്ത് ഈ മെനുവിൽ ഹൈഡായി പോയി. പക്ഷേ നമുക്കൊരു ഹാംബർഗർ മെനു വേണം, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മെനു വരും വേണം. സോ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഹാംബർഗർ മെനു കൊണ്ടിടാം. നാവിഗേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു ഹാംബർഗർ മെനു കൊണ്ടിട്ടുണ്ട്. സോ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹാംബർഗർ മെനു വന്നിട്ട് ഇതൊന്ന് സ്റ്റൈൽ ചെയ്ത് നമുക്ക് റൈറ്റിലോട്ട് നീക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ഹാംബർഗർ മെനു കണ്ടു. അപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്കിത് ഡെസ്ക്ടോപ്പ് മെനുവിൽ ഇത് കാണരുത്. അപ്പോൾ ഡീഫോൾട്ടായിട്ടത് ഡിസ്പ്ലേ നന്നായിരിക്കണം. ഈ 600 പിക്സലിന് താഴെയായ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ കാണിക്കാൻ പാടത്തുള്ളൂ. ഓക്കെ, സോ നമുക്കിതിന് ഡീഫോൾട്ടായിട്ട് ഡിസ്പ്ലേ നൺ കൊടുക്കാം. 600 പിക്സലിന് താഴെയായ മീഡിയ ക്വയറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രം ഇത് ഡിസ്പ്ലേ ബ്ലോക്ക് ആക്കിയാൽ മതി. ഓക്കെ, സോ മെനു സെലക്ട് ഡിസ്പ്ലേ ബ്ലോക്ക്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു പോകുമ്പോഴാണ് ഹാംബർഗർ മെനു ആക്ടിവേറ്റ് ആകുന്നത്. ഓക്കെ, സോ ഇനി ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ മെനു വരണം. സോ അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മീഡിയ ക്വയറിയുടെ സ്കോപ്പിന് പുറത്തുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്നൊന്ന് ചെയ്തിട്ട് ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം അത് മീഡിയ ക്വയറിയുടെ പുറത്തുനിന്നായതുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോ ലെങ്ത് ആകത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, ഞാൻ എൻ്റെ കോഡ് എഴുതിയിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അത് കൂടുതൽ അറിയണമെങ്കിൽ അതിൻ്റെ ഗിറ്റ് ഹബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ചെറിയ സ്ക്രീനിൽ ആ മെനു കാണുന്നില്ല, പകരം ഹാംബർഗർ മെനു വരുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മെനു വരുന്നുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു പോകുന്നുണ്ട്. സോ ഇനി മെനു വന്നാലും വലിയ സ്ക്രീൻ ആവുന്ന സമയത്ത് ആ ഹാംബർഗർ മെനു ഇല്ല. ഓക്കെ, സോ അതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഈ സെയിം മെനു തന്നെ കോപ്പി ചെയ്തിട്ട് താഴ്ത്തിട്ടിട്ടുണ്ട്. നാവിഗേഷൻ മൊബൈൽ നാവ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മൊബൈൽ നാവ്. എന്നിട്ട് മൊബൈൽ നാവിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഡിസ്പ്ലേ നണ്ണ് വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന ഈ 600 പിക്സലിനകത്ത് ഈ പറയുന്ന ഇത് സെലക്റ്റഡ് ആണെങ്കിൽ മാത്രം, ഇത് സെലക്റ്റഡ് ആണെങ്കിൽ ഈ 600 പിക്സലിനുള്ളിൽ വരുമ്പോൾ മാത്രമേ നമ്മളത് ഡിസ്പ്ലേ ബ്ലോക്ക് ആകത്തുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇത് ഹിഡൻ ആയിരിക്കും. സോ ഇതെങ്ങനെയാണ് ആ സെലക്ട്, സോ ഈ ചെക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു സെലക്ട് ബോക്സ് കൊണ്ടുപോയിട്ടുണ്ട്, അതായത് ഇൻപുട്ട് ബോക്സ്. അത് ഞാൻ ഡീഫോൾട്ടായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ഷോ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ബോക്സ് കാണാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് ക്ലിക്ക് ആവും, ഇത് ക്ലിക്ക് ചെയ്താൽ ചെക്ക് ബോക്സ് പോകും. ഈ ചെക്ക് ബോക്സിൻ്റെ പേരാണ് മെനു സെലക്ട്, അതായത് നെയിം മെനു സെലക്ട്. എന്നിട്ട് ഈ പറയുന്ന ഹാംബർഗർ മെനു ഒരു ലേബലാണ്, ഈ പറയുന്ന ഹാംബർഗർ മെനു ഇല്ലേ ഇതൊരു ലേബലാണ്. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്താലുള്ള ക്ലോസ് ബട്ടൺ, ഇതാണ് ക്ലോസ് ബട്ടൺ, ഇതും ഒരു ലേബലാണ്. ഇതിനകത്ത് രണ്ടിനകത്തും 4 എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ട് ഈ ഇൻപുട്ടിൻ്റെ നെയിമാണ്. അപ്പോൾ ഈ ഏത് ലേബിളിൽ ക്ലിക്ക് ചെയ്താലും, ഈ 2 ലേബിളിൽ ക്ലിക്ക് ചെയ്താലും ഈ ഇൻപുട്ട് ബോക്സ് ക്ലിക്ക് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെക്ക് ഡൗൺ, ഒന്നും കൂടിയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺചെക്ക് ഡൗൺ. എന്നിട്ട് ഇതിൻ്റെ സ്റ്റൈൽ അനുസരിച്ചിട്ട്, അതായത് മെനു ഈ പറയുന്ന ഐറ്റം ചെക്ക്ഡ് ആണെങ്കിൽ മാത്രം ഇത് കാണിച്ചാൽ മതി എന്നുള്ള ഒരു സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ മെനു സെലക്ട് ചെക്ക്ഡ് ആണെങ്കിൽ മാത്രം ഈ റൈറ്റ് സൈഡിൽ നാവിഗേഷൻ കാണിച്ചാൽ മതി. ഓക്കെ, സോ അതാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് കാണേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്പ്ലേ നന്നാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഒരു ജാവാ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാണ്ട് CSS വഴി മാത്രം ഇങ്ങനത്തെ ഒരു മെനു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതാണൊരു മീഡിയ ക്വയറിയുടെ ഒരു ബേസിക് ഓവർവ്യൂ. സോ ചെറിയ എക്സാമ്പിളും കൂടി ആയതുകൊണ്ട് എളുപ്പത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കൂടുതലൊന്നും ഇതിനകത്ത് പറയാനില്ല. സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ കണ്ടന്റ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലമതിച്ചതാണ്, അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.